കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിലെ ആറ്റുവേലയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ശിവാസ് ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വടക്കൻകൂർ രാജവംശത്തിൻ്റെ പരദേവതയായ ഇളങ്കാവ് ഭഗവതിയെ കാണാൻ മീനമാസത്തിലെ അശ്വതി നാളിൽ സഹോദരിയായ കൊടുങ്ങല്ലൂരമ്മ ജലമാർഗം ആറ്റുവേലച്ചാടിൽ എഴുന്നള്ളുന്നു എന്നതാണ് ഈ ചടങ്ങിൻ്റെ ഐതിഹ്യം. ആയിരക്കണക്കിന് ആളുകളാണ് നിരവധി ദേശങ്ങളിൽ നിന്നും ഈയൊരു ഉത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നത്. പിണ്ടിപ്പഴുത് എന്ന ചടങ്ങോടുകൂടിയാണ് ആറ്റുവേലയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ആറ്റുവേലച്ചാടിൻ്റെ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്ന ചടങ്ങാണ് ഈ പിണ്ടിപ്പഴുത്. 2 വലിയ കേവ് വള്ളങ്ങൾ ചേർത്ത് വെച്ച് ചങ്ങാടം തീർത്ത് അതിൽ 18 കോൽ ഉയരത്തിൽ 11 കോൽ ചുറ്റളവിലും തേക്കിൻ കഴുക കൊണ്ട് ചാട് നിർമ്മിക്കും. 3 നിലകളുള്ള ചാടിൻ്റെ മുകളിലത്തെ നില ശ്രീകോവിൽ മാതൃകയിലാണ് നിർമ്മിക്കുന്നത്. കൊടുങ്ങല്ലൂർ ഭഗവതി, വെളിച്ചപ്പാട്, ഭീഷ്മർ എന്നിവരുടെ വിഗ്രഹങ്ങൾ അലങ്കരിച്ചു വയ്ക്കും മുകളിലത്തെ നിലയിൽ. രാത്രി 12 മണിക്ക് പുറക്കളത്തിലെ ഗുരുതി കഴിഞ്ഞാണ് ആറ്റുവേലച്ചാട് കെട്ടഴിച്ചു വിടുന്നത്. പണി പൂർത്തിയായ ആറ്റുവേലച്ചാട് ആറ്റുവേലക്കടവിൽ കൊണ്ടുവരുന്നു. അവിടെ നിന്ന് മീനമാസത്തിലെ അശ്വതി നാളിൽ 18 നാഴിക പുലരുമ്പോൾ ആറ്റുവേലച്ചാടിൻ്റെ മുകളിൽ സർവാഭരണ വിഭൂഷിതയായ കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ചിരുത്തി പുറക്കളത്തെ ഗുരുതിക്ക് ശേഷം ഇളങ്കാവിലേക്ക് ആറ്റുവേലച്ചാട് പുറപ്പെടും. സഹോദരിയായ ഇളങ്കാവിലമ്മയെ കാണുവാനായി കൊടുങ്ങല്ലൂരമ്മയുടെ പ്രൗഢഗംഭീരമായ ഒരു യാത്ര തന്നെയാണ് ഈ ഒരു ജലോത്സവം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.